വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ ഹീറോ ഓൺ ചെയ്യുന്ന സർജൻ എന്ന് പറഞ്ഞ കമ്പനി അവരുടെ S32 എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വണ്ടി കാണിച്ചായിരുന്നു. അതായത് നമുക്ക് ഈ വണ്ടി കൺവേർട്ട് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു സ്കൂട്ടർ ആക്കാം, വേണമെങ്കിൽ ഓട്ടോറിക്ഷ ആക്കാം. അതായത് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് ഒരു സ്കൂട്ടർ കയറ്റി വെച്ചാൽ ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു വണ്ടിയാണിത്. നമുക്ക് ഇഷ്ടമുള്ളപ്പം ഓട്ടോറിക്ഷയും സ്കൂട്ടറിലേക്കും ഈ വണ്ടി മാറ്റാൻ പറ്റും. അപ്പം അന്ന് ഇതൊരു കൺസെപ്റ്റ് മാത്രമായിരുന്നു. എന്നാൽ ഇന്നിപ്പം ഇതിന് ഗവൺമെൻറ് അപ്രൂവ് കൊടുത്തേക്കാണ്. ഹീറോയ്ക്ക് ഇങ്ങനൊരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്ത് റോഡിൽ ഇറക്കാനുള്ള അപ്രൂവൽ ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ അവർ ഈ വണ്ടി മാർക്കറ്റിൽ കൊണ്ടുവന്നാണ് ഹീറോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി വരികയാണെങ്കിൽ മാർക്കറ്റിൽ വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പൊക്കെ ഉണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വേണം, നമുക്ക് ഡെയിലി പോകുന്ന 2 വീലറും വേണം, എന്നാൽ നമുക്ക് ആ ഒരു ഷോപ്പിലേക്ക് സാധനമൊക്കെ എടുക്കാണ്ട് ഒരു പെട്ടി വണ്ടിയും വേണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഈ വണ്ടി നല്ല പോലെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് 3 മിനിറ്റ് കൊണ്ട് ഈ വണ്ടി പെട്ടി വണ്ടി നിന്ന് സ്കൂട്ടറിലും ആക്കാൻ പറ്റും, സ്കൂട്ടറിൽ നിന്ന് പെട്ടി വണ്ടി ആക്കാൻ പറ്റും. 3 മിനിറ്റോളം സമയമാണ് ഈ ഒരു കൺവേർഷന് വേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ ഇതിൽ സെപ്പറേറ്റ് ബാറ്ററിയും സെപ്പറേറ്റ് മോട്ടറൊക്കെ വരുന്നുണ്ട്. സ്കൂട്ടറിന് അതിൻ്റേതായിട്ടൊരു ബാറ്ററി ഉണ്ട്, ഒരു മോട്ടറുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പെട്ടിൻ്റെ പുറകിലെ വീല് പവർ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു മോട്ടർ കൊടുത്തിട്ടുണ്ട്, അതിന് സെപ്പറേറ്റ് ബാറ്ററി ഉണ്ട്. സ്കൂട്ടർ ഒറ്റയ്ക്ക് ഓടാൻ നേരത്ത് അതിന് ആ ഒരു വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ബാറ്ററിയും അതിൻ്റെ മോട്ടറൊക്കെ ആയിരിക്കും. എന്നാൽ നമ്മൾ ആ ഒരു പെട്ടുവണ്ടി ആക്കാൻ നേരത്ത് വർക്ക് ചെയ്യുന്നത് ആ ഒരു പെട്ടുവണ്ടിയുടെ ബാറ്ററിയും അതേപോലെ തന്നെ അതിൻ്റെ പവർ കൂടിയ മോട്ടറും ആയിരിക്കും. സ്കൂട്ടറിന് വന്നേക്കുന്നത് ഏകദേശം 6 കിലോ വാട്ടിൻ്റെ ഒരു മോട്ടറാണ്. അതിന് ഏകദേശം 3.87 കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. സ്കൂട്ടർ മാത്രമായിട്ട് ഓടിക്കുകയാണെങ്കിൽ 60 km/h സ്പീഡ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി പെട്ടുവണ്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിന് മൊത്തത്തിൽ വരുന്നത് ഒരു 11.2 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ്. അതിന് ഏകദേശം 10 കിലോ വാട്ട് അവറിൻ്റെ മോട്ടർ ആ ഒരു പെട്ടുവണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടുവണ്ടി ആക്കാൻ നേരത്ത് ഈ വണ്ടീനെ പവർ ചെയ്യുന്നത് ആ ഒരു മോട്ടറും ആ ബാറ്ററി ആയിരിക്കും. പക്ഷേ അങ്ങനെ ഓടാൻ നേരത്ത് ഏകദേശം 45 km/h മാത്രമേ ഈ വണ്ടിക്ക് ടോപ്പ് സ്പീഡ് കിട്ടത്തുള്ളൂ. അതേപോലെ നമ്മൾ പെട്ടിവണ്ടി ഓട്ടോറിക്ഷ ആക്കിയാണെങ്കിൽ ഈ ഓട്ടോറിക്ഷയ്ക്ക് പ്രത്യേകിച്ച് കൺട്രോളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു സ്കൂട്ടറെ വെച്ച് തന്നെയാണ്. സ്കൂട്ടറിൻ്റെ ഹാൻഡിലാണ് ഇതിൻ്റെ ഹാൻഡിൽ, സ്കൂട്ടറുള്ള ആ ഒരു മീറ്റർ തന്നെയാണ് ഇതിൻ്റെ മീറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ സ്കൂട്ടറിൽ നിന്ന് ഇതിന് ഇലക്ട്രിക്കൽ കണക്ഷനൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റും, ലൈറ്റുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു പെട്ടിവണ്ടിയിൽ മൊത്തത്തിൽ വരുന്ന എല്ലാ കൺട്രോളും ഇരിക്കുന്നത് നമ്മുടെ സ്കൂട്ടർ തന്നെയാണ്. അത് കണക്ട് ചെയ്യുമ്പം അത് ഒറ്റ വണ്ടിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ഈ 2 വണ്ടികൾക്കും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. സ്കൂട്ടറിനും ഉണ്ട്, അതേപോലെ തന്നെ പെട്ടുവണ്ടിക്കും ഉണ്ട്. ഈ 2 വണ്ടികൾ ഒന്നാകാൻ നേരത്ത് ഒരു രജിസ്ട്രേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ കുറച്ച് ലോയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ ഒരു വണ്ടി വരുന്നതുകൊണ്ട് മാറ്റേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടി എന്ന് വരും, അതിൻ്റെ വില എത്രയായിരിക്കും, അതേപോലത്തെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഈ ഒരു കമ്പനി ഫുള്ളി ഓൺ ചെയ്തേക്കുന്നത് നമ്മുടെ ഹീറോ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയായിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.